യെസ്, നമസ്കാരം തിരുവനന്തപുരം. നമസ്കാരം. യെസ്, ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഈ എനർജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതെ, ആ എനർജി മൊത്തം നമുക്ക് തീരുവോളം ആ എനർജിയിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണത്. കാരണം അറിവിൻ്റെ മത്സരവേദിയായി മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ അശ്വമേധം 25ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ അശ്വമേധം അറ്റ് 25 സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്കും അതുപോലെ ലൈവ് അശ്വമേധ പരിപാടികളിലേക്കും അതോടൊപ്പം നമ്മൾ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിലേക്കും ഏവർക്കും നമസ്കാരം, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ലൊരു കയ്യടിയോടെ, നമുക്ക് കയ്യടിയുടെ ഒരു എനർജിയോടെ തന്നെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തി ഈ ഉദ്ഘാടനത്തിലൂടെ സന്നിഹിതനായിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ശ്രീ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനെ ഞാൻ ക്ഷണിക്കുന്നു. വളരെ പ്രത്യേകതയാർന്ന ഒരു പരിപാടിയിലാണ് നാം എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അശ്വമേധത്തെക്കുറിച്ച് ആധുനിക കാലത്ത് മലയാളി കേട്ടത് രണ്ടു പേരിലൂടെയായിരുന്നു. തോപ്പിൽവാസിയുടെ അശ്വമേധം എന്ന നാടകം, വയലാറിൻ്റെ അശ്വമേധം എന്ന കവിത. പുരാണ ഇതിഹാസങ്ങളിൽ അശ്വമേധമുണ്ട്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായ ഈ രണ്ടുപേരുടെയും രചനകൾ. എൻ്റെ സർഗശക്തിയാൽ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്നാണ് വയലാർ പാടിയത്. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സസ്നേഹം നിലവിലേക്ക് തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ സർ വിളക്ക് തെളിയിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സസ്നേഹം വിളക്ക് തെളിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ വി ഹാവ് ഓണറബിൾ മിനിസ്റ്റർ ശ്രീ CP John sir, we have Basil Joseph, we have Srimati Farsana, we have Sri Chidambaram, John Pitta sir, and all the esteemed guests. We have all the esteemed guests lighting the lamp and inaugurating this beautiful evening of huge celebration. Thank you so much to all the dignitaries. ഹൃദയം നിറഞ്ഞ നന്ദി ശ്രീ പിണറായി വിജയൻ സർ. ഒപ്പം വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഈ പ്രശസ്തി പത്രത്തിലൂടെ വിജയ തുടർച്ചകൾ ആശംസിക്കുന്നു. ഡോക്ടർ ജോൺ പെട്രാസ് MP മാനേജിംഗ് ഡയറക്ടർ, ശ്രീ G രാജ്മോഹൻ ചെയർമാൻ സ്വർലയ, EM Lajji ജനറൽ സെക്രട്ടറി സ്വർലയ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാദരം വേദിയുടെ മധ്യഭാഗത്തേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നിറഞ്ഞൊരു കൈയടിയോടെ നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാം. നന്ദി സർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ഇവിടെ നിന്ന് മടങ്ങിയാലുടനെ അദ്ദേഹം നിക്ഷിപ്തമായിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ദൗത്യവുമായിട്ട് പ്രയാണം ചെയ്യേണ്ടതാണ്. എന്നോട് ജോൺ പറഞ്ഞു, ഇതുവരെ പ്രിയദർശിനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ, അതിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ജോൺ പറഞ്ഞത്. കൈരളിയുടെയും അശ്വമേധത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ആഘോഷമാണ്. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് അശ്വമേധത്തിൻ്റെ വഴിത്താരയെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ, സീനിയർ പ്രൊഡ്യൂസർ സതീഷാണ് GS പ്രദീപനെ കണ്ടെത്തി ഒരു ഹോട്ടലിൽ റിവേഴ്സ് ക്വിസുമായിട്ട് തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ സതീഷിൽ ഒരു കൗതുകം ജനിക്കുകയും അങ്ങനെ സതീഷ് പ്രദീപുമായി വീണ്ടും മത്സരിക്കുകയും ആ മത്സരത്തിൽ സതീഷ് തോക്കുകയും ചെയ്തെന്ന് പറയും. അല്പം മുമ്പ് ശ്രീ CP ജോൺ പറഞ്ഞു, പ്രദീപിനെ അതിന് സന്നദ്ധനാക്കിയത് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താനുള്ളൊരു ദൗത്യം അന്ന് തിരുവനന്തപുരത്തെ എല്ലാ കോളേജുകളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ലോഞ്ച് ഇനി നിർവഹിക്കപ്പെടുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ലോഞ്ച് നിർവഹിക്കുന്നതിനായി പ്രിയതാരം ശ്രീ ബേസിൽ ജോസഫിനെയും സംവിധായകൻ ശ്രീ ചിദംബരത്തെയും അതുപോലെ ശ്രീമതി ഫർസാനെയും സാദരം ക്ഷണിക്കുന്നു. ആ റിമോട്ട് കൺട്രോൾ പ്രസ്. യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ലോഞ്ചിന് മുന്നേ ആയിട്ട് നമ്മൾ ബേസിലിനെ കണ്ടു, പക്ഷേ ബേസിൽ സംസാരിക്കുന്നത് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് അറുതി വരുത്തിയിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ നല്ലൊരു കൈയോടെ സ്വാഗതം ചെയ്യാൻ ശ്രീ ബേസിൽ ജോസഫ്. വിശിഷ്ട വ്യക്തികളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അശ്വമേധം എന്നൊരു പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു 25ാം വാർഷികത്തിന് വെറുതെ ഒരു ഗസ്റ്റായിട്ട് വരുന്നതിനപ്പുറം ഈ പറയുന്ന പോലെ നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പഴയ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഈ പറയുന്ന എണ്ണയൊക്കെ വെച്ച് ചീകിയ കോന്ത്രമ്പല്ലൊക്കെയുള്ള ഒരാളായിട്ട് ചെറുപ്പത്തിൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പം അന്ന് മുതലേ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് നോക്കിയിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അശ്വമേധം എന്ന് പറയുന്നത്. നമ്മൾ TV-യിലൊക്കെ കാണുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത്, എന്താണ് ഇതിൻ്റെ മാജിക്. നമ്മൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു റിവേഴ്സ് ക്വിസ് കോമ്പറ്റീഷൻ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് ആളാരാണെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഭയങ്കര ആരെ ആലോചിച്ചാലും കണ്ടുപിടിക്കുന്നത് അങ്ങനെ സാധിക്കുന്നത്. കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ നോക്കിയിട്ട് കൈ പൊക്കിയ ആൾക്കാരെ ഇങ്ങനെ നോക്കിയിട്ട് നീ ഉത്തരം പറ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ സെലക്ഷൻ കിട്ടും. അങ്ങനെ ആണ് ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. ഞാൻ എന്നെ വളരെ നിഷ്പ്രയാസം സാറ് തോൽപ്പിച്ചു, പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അന്നത്തെ എൻ്റെ ഭയങ്കര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അന്ന് ഈ ചാടുന്ന കുതിരൻ്റെ ഒരു മെമൻറ്റോ കിട്ടിയത് ഭയങ്കര പ്രൗഡ് അച്ചീവ്മെൻ്റ് ആയിരുന്നു അന്ന്. ഇന്നും അത് വീട്ടിൽ വളരെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര അഭിമാനത്തോടെ തന്നെ ആ മെമൻറ്റോ വെച്ചിട്ടുണ്ട്. ആ ചാടുന്ന കുതിരയുടെ മെമൻറ്റോ അത് നമ്മൾ TV-യിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഈ മെമൻറ്റോ കൊടുക്കുന്നു, ആ മ്യൂസിക് വരുന്നു, ഇങ്ങനെ കൊടുക്കുന്നു ഒക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഒരു കുട്ടിയായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസും നമ്മളെ തന്നെ വേറൊരു രീതിയിൽ നമ്മളെ തന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് 25 വർഷങ്ങൾക്കപ്പുറം
അശ്വമേധം എന്ന് പറയുന്ന പ്രോഗ്രാം പല രീതിയിൽ സംഘടിപ്പിക്കാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവും. അന്നും അശ്വമേധം വേറൊരാൾക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റുമോന്നും എനിക്കറിയില്ല. കാരണം GS പ്രദീപ് എന്ന് പറയുന്ന ആൾ അന്നും ഇന്നും ഒരാളെ ഉള്ളൂ ലോകത്ത്. അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങി ഇന്ന് ഇവിടെ 25ാം വാർഷികത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുമ്പോൾ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്കും ഇത് ഭയങ്കര അഭിമാനിക്കാവുന്ന നിർത്താനാണ്. ഇന്ന് കളിക്കാം. ഞങ്ങൾ ഇന്നും ഒരു അശ്വമേധം കളിക്കും. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ സർക്കിൾ മൊമെൻ്റ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എനിക്കും ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു മൊമെൻ്റ് തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ദിവസം നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ന് തോപ്പിച്ചിട്ടേ ഉള്ളൂ. അന്ന് എന്നെ തോപ്പിച്ചു ഫുൾ പ്രിപ്പയർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയതാരം ശ്രീ ബേസിൽ ജോസഫിനെയും സംവിധായകൻ ശ്രീ ചിദംബരത്തെയും ശ്രീമതി ഫർസാനെയും സാദരം ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടിയോടെ നമ്മുടെ 25ന്റെ നിലവിൽ നിൽക്കുമ്പോൾ നമുക്ക് പുതിയൊരു ചവിട്ടുപടി, പുതിയൊരു തുടക്കം, പുതിയൊരു അധ്യായം. ഉണർന്നു പാടുവാൻ, ഉയർന്നു പായുവാൻ, ഉരുക്കു ചിന്തയാടച്ചു വാർക്കുവാൻ, പുതിയ കാഴ്ചകൾ കനകജാലകം ദൃശ്യോത്സവം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി. നമ്മൾ ഓൺലൈൻ ചാനലിന്റെ ഔപചാരികമായ ലോഞ്ചാണ് കഴിഞ്ഞിരിക്കുന്നത്. നല്ലൊരു കൈയടിയോടെ നമുക്ക് ആ നിമിഷത്തിന്റെ ഭാഗമാകാം. താങ്ക് യു സോ മച്ച്. വളരെ അത്ഭുതത്തോടു കൂടിയാണ്, ആകാംക്ഷയോടെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചെറിയ പ്രായത്തിലൊക്കെ 25 വർഷം മുമ്പ് അതിനെ നോക്കിക്കണ്ടത്. എൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ എനിക്കൊന്ന് കൗൺസിലർമാർ ഒരുപാട് ഇരിപ്പുണ്ട്. ബുദ്ധി കൊണ്ടുള്ള കളിയായതുകൊണ്ട് തന്നെ സാധാരണ കൗൺസിലർമാരുടെ എണ്ണം ഇങ്ങനെയുള്ള പരിപാടികൾ കുറവാണ്. കമ്പാരിറ്റീവ്ലി എല്ലാവരും വാർഡുകളിലാണ്. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് മുഴുവൻ ഇരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരാണ്. അത്ഭുതത്തോടെയാണ് കൈരളിയിൽ ഈ പരിപാടി ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇദ്ദേഹം ഇത് എന്തെങ്കിലും നോക്കിയാണോ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ നോക്കി ഒരാകാംക്ഷയോടെ ആയിരുന്നു ആദ്യമൊക്കെ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത്രത്തോളം ആഴത്തിലുള്ള ഒരു പഠനവും ഗവേഷണവും ഒക്കെയാണ്. ആശയപരമായി വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ കൊടുത്ത ആ കഴിവ് അത് ഓരോ ദിവസവും അതിൻ്റെ മൂർച്ച കൂടി വർണ്ണയമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായപ്പോഴേക്കും നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലും ഇടപഴകേണ്ട, പരിചയപ്പെടേണ്ട, സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഘട്ടങ്ങളൊക്കെ തന്നെ വന്നപ്പോഴും അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തീ പോലെയാണ് മാധ്യമങ്ങളോടുള്ള ഇടപഴകൽ. തീ നമുക്ക് ജീവിക്കാൻ തീ കൂടിയേ തീരുകയുള്ളൂ. പക്ഷേ വളരെ സൂക്ഷിച്ച് തന്നെ തീയെ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം സുനിലൊക്കെ മുമ്പിലുണ്ട്. മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. തീർച്ചയായിട്ടും ഇത്രത്തോളം വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്ന GS പ്രദീപിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ചാനൽ വരുമ്പോഴേക്കും വളരെ വലിയൊരു പ്രതീക്ഷയാണ് സമൂഹം വയ്ക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ ലോകപരിചയം, ഈ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധങ്ങൾ, എല്ലാ മേഖലയിലുമുള്ള ബന്ധങ്ങൾ ഒക്കെ തന്നെ മാധ്യമപ്രവർത്തന രംഗത്തും ഒരു പുതിയ സംസ്കാരം പടുത്തുയർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നിങ്ങളെ നോക്കിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് വരാനും എല്ലാവരെയും കാണുവാനും സാധിച്ചതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രദീപ് സാറിനോട് നന്ദി പറയുന്നു. ഈ ഭയങ്കര ആത്മബന്ധമുള്ളൊരു പരിപാടിയാണ് അശ്വമേധവും കൈരളി ചാനൽ. കാരണം കൈരളി ചാനലിൽ അന്ന് എൻ്റെ അച്ഛൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ KK സതീഷിനെങ്കിലും ഞാനത് സ്മരിക്കുന്നു ഈ വേളയിൽ. അന്നേ അച്ഛൻ വന്ന് പറയായിരുന്നു, ഇങ്ങനെ ട്രയൽസ് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി വരുന്നുണ്ട്, നമ്മൾ വീട്ടിലും കളിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബേസിൽ പറഞ്ഞു കം ഫുൾ സർക്കിൾ. കാരണം ആ ട്രയൽസ് നടക്കുന്ന വീട്ടിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത്. പിന്നെ ബേസിൽ പറഞ്ഞു പോലെ ബഹുമാനപ്പെട്ട MP ജോൺപിട്ട സാർ പറഞ്ഞു വരും, ഈ പരിപാടി അവതരിപ്പിക്കാൻ പ്രദീപ് സാറിനെ കൊണ്ടേ പറ്റുള്ളൂ. കോൺപരിക കറോർപ്പതി ആർക്കും ചെയ്യാം, ഈ അശ്വമേധം പ്രദീപ് സാറിനെ കൊണ്ട് പറ്റേ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ശരി.
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. JS പ്രദീപ് സാറിനോടൊപ്പം അശ്വമേധം കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെരി എക്സൈറ്റഡ്. അപ്പോൾ ഇന്ന് 25ാം വാർഷികം ആഘോഷിക്കുന്ന അശ്വമേധത്തിനും നമ്മൾ മീഡിയയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ. ഇനിയും ഉയരത്തിലെത്തട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിറഞ്ഞൊരു കൈയടി. യെസ്, ഇപ്പൊ നമുക്ക് തിരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു ഒരു ഉപഹാരമുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഡോക്ടർ GS പ്രദീപ് സാറിനെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഹിട്ട സാറിനെയും ക്ഷണിക്കുന്നു. നമുക്ക് രണ്ടുപേരും ഇവിടെ ഉണ്ട്. നിറഞ്ഞൊരു കൈയടി, നല്ലൊരു കൈയടി. നിറഞ്ഞൊരു കൈയടിയാവാം. താങ്ക് യു സോ മച്ച്. സോ മച്ച് സാർ. നിറഞ്ഞൊരു കൈയടി. സാറിനെയും ശ്രീ RS ബാബു സാറിനെയും ശ്രീ EM നജീബ് സാറിനെയും ക്ഷണിക്കുന്നു. അതിനു മുന്നേ ലെറ്റ് us see നമുക്കൊരു ചെറിയ അൺബോക്സിംഗ്. ഇവിടെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൽ എന്തായിരിക്കും വരികയെന്ന്. ലെറ്റ് us see. എല്ലാവർക്കും നമസ്കാരം. ദയവേത് ക്ഷമിക്കണം കാലതാമസം. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ എല്ലാവരും ഇത് കാണണം. 1001 ശിവലിംഗം. 1001 ശിവലിംഗം. താങ്ക് യു സോ മച്ച്. നമ്മളുടെ പറഞ്ഞു ഇനിയിപ്പോ യെസ് നിറഞ്ഞൊരു കൈയടിയാവാം. നമ്മുടെ ഇനി പ്രദീപ് സാറും ബേസിലും ഏറ്റുമുട്ടുന്നത് നമ്മൾ അധികം താമസിക്കാതെ തന്നെ കാണുന്നതായിരിക്കും. പക്ഷെ താങ്ക് യു സോ മച്ച് ശ്രീ ബേസിൽ ജോസഫ് ഫോർ ജോയിനിങ് us. Requesting dignitaries from Swaralaya to kindly hand over the token of gratitude to our very own guest. ഒരു വ്യക്തിയുടെ പ്രതിഭ ലോകത്തിൽ ഒരിടത്തും വിജയിക്കും എന്ന അഭിപ്രായം എനിക്കില്ല. സക്സസ് നെവർ കംസ് സിംഗിൾ ഹാൻഡഡ് ഓർ ഇറ്റ് ക്യാൻ നെവർ ഒറിജിനേറ്റ് ഫ്രം എ സിംഗിൾ സോഴ്സ്. ഒരാളിൽ നിന്ന് വിജയമുണ്ടാകുന്നില്ല. എത്രയോ പേരുടെ എത്രയോ കാലത്തെ നിരന്തരമായ കൂട്ടായ്മയുടെ ഫലമായി ഉണ്ടായ ഒരു വിജയത്തിൻ്റെ പേരാണ് അശ്വമേധം. അതിൻ്റെ മുൻനിരയിൽ നിൽക്കാനുള്ള അസാമാന്യമായ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് തന്നെ മറ്റു ഭാഷകളിലേക്ക് ക്ഷണിക്കപ്പെടുകയും മറ്റ് ചാനലുകളുമായും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നത് സത്യം തന്നെ. തിരുവനന്തപുരത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കൂട്ടുകാരനോടൊപ്പം ചായയ്ക്കും വടയ്ക്കുമായി മനസ്സിലോർമ്മിച്ച വ്യക്തിയെ കണ്ടുപിടിക്കുന്ന പന്തയ മത്സര കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കണ്ടുപിടിക്കാമോ എന്ന് അന്ന് ചോദിച്ച മിഖായൽ ഷെളോക്കോവിനെയും കുറിയേടത്ത് താത്രിയെയും മനസ്സിൽ വിചാരിച്ച് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ ഫോൺ നമ്പർ എഴുതിക്കൊണ്ട് പോയ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത സതീഷ് നമ്പൂതിരി എന്ന മനുഷ്യൻ്റെ ഓർമ്മകളുടെ ജീവിത കയ്യൊപ്പില്ല എങ്കിൽ GS പ്രദീപ് എന്ന വ്യക്തി ഇല്ല തന്നെ. അന്ന് കൈരളിയിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ, കൈരളിയുടെയും ആരംഭകാലമാണ്. ആ ഫോൺ കോൾ സുഹൃത്തുക്കൾ ജോബിയോ മോഹൻലാലോ മറ്റോ തമാശയ്ക്ക് വിളിച്ചതാണ്. കാരണം ചെയർമാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൈരളിയിൽ നിന്ന് കോളാണ്.
അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആരാ? അച്ഛൻ ജീവിച്ചിരിക്കുന്നു. ആരാണ്? ഞാൻ പറഞ്ഞു, കൈരളിയിൽ ഇങ്ങനെ ചെയർമാൻ മീറ്റിംഗ് പോയി നോക്ക്. ഞാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാർ മിമിക്രിക്കാർ പറ്റിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന, പിന്നീട് 10-20 വർഷമായി കാണും കണ്ടിട്ട്, ഇല്ല ഇപ്പം ഇല്ല, വയനാടുകാരിയായ ഒരു പെൺകുട്ടി സുമ. ആ പെൺകുട്ടിയോട് അന്നൊരു പഴയ ജീൻസും ഷേവ് ചെയ്യാത്ത മുഖവും കുളിക്കാത്ത തലമുടിയും ഒക്കെ ആയി ചെന്ന ഞാൻ, എൻ്റെ പേര് പ്രദീപ് എന്നാണ്, നിങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കാൻ ആരോ വിളിച്ചു എന്ന് പറയാനാണ് പോയത്, എൻ്റെ പേര് പ്രദീപ് എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വരണം, മുകളിൽ ചെയർമാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സുമ ഇല്ല എങ്കിൽ ഞാനില്ല. ജീവിതത്തിൽ ആദ്യമായി അന്ന് നേരിട്ട് കണ്ട ചന്ദന കളറിലുള്ള ഒരു പൈജാമയും കുർത്തയും ഇട്ടുകൊണ്ട് 26 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ പ്രായം കൂടുന്തോറും ചെറുപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന ആ അത്ഭുത പ്രതിഭാസത്തിന് 26 വർഷം മുമ്പുള്ള ചെറുപ്പം നിങ്ങൾക്ക് ഊഹിക്കാം. ആ വ്യക്തി നിങ്ങൾക്ക് ഈ ആളുകളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരാളെ വിചാരിച്ചു, കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ശ്രീമതി ബെറ്റി ലൂയിസ് ഉണ്ട് അവിടെ. അദ്ദേഹം ഒരു കുസൃതിക്കാരന്റെ മുഖം ചിരിയോടുകൂടി മദർ തെരേസയെ പോലുള്ള ആളുകളെയൊക്കെ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു പേര് എഴുതി വെച്ചപ്പോ പെട്ടെന്നൊരു ഉൾവിളിയിൽ അതിലെന്തോ ഒരു കൗതുകമുണ്ടല്ലോ എന്ന തോന്നലിൽ അന്നത്തെ പ്രധാന വാർത്താ വിഷയമായിരുന്ന ചോദ്യങ്ങളൊന്നുമില്ലാതെ മോണിക്ക ലെവിൻസ്കി ആണോ മനസ്സിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഷേക്കേണ്ടി വരികയും ഈ കരാർ ഒപ്പിട്ട് ടെലിവിഷൻ പ്രോഗ്രാം ആക്കുമെന്ന് അന്നത്തെ പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ശ്രീ സുന്ദരനോട് പറയുകയും ചെയ്ത മലയാളത്തിലെ അനുകരിക്കപ്പെടാത്ത മഹാവ്യക്തിത്വം, പൗരുഷം, നടനത്തിന്റെ പരമവാക്കായ ശ്രീ മമ്മൂട്ടി ഇല്ലെങ്കിൽ ഞാനും അശ്വമേധവും ഇല്ല തന്നെ. നേതൃത്വം കൊടുത്ത ശ്രീ നന്ദകുമാർ മേനോൻ, നേതൃത്വം കൊടുത്ത ശ്രീ പെരുമ്പടവം ശ്രീകുമാറും പി ശ്രീകുമാറും അടക്കമുള്ളവർ, പോൾ മൈക്കാവും അടക്കമുള്ള വലിയൊരു ക്യാമറ ടീം, ഷാജി കമലേശ്വരം ഒക്കെ അടക്കമുള്ള, ഷാഫി അടക്കമുള്ള, മരിച്ചുപോയ സജി പൂഴിക്കുന്ന് അടക്കമുള്ള എത്രയോ പേർ, ശ്രീ അജി കുമാരപുരം, അയാളുടെ പ്രൊഫൈലിൽ തന്നെ ആദ്യത്തെ പേര്, അദ്ദേഹം ജയ്ഹിന്ദ് ടിവിയുടെ ചീഫ് സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. പ്രൊഫൈലിൽ ആദ്യത്തെ വാചകം പക്ഷേ done 1400+ episodes of the prestigious show അശ്വമേധം എന്നാണ് അജിയുടെ പ്രൊഫൈൽ തന്നെ. അജി കുമാരപുരവും സാജനും അടക്കമുള്ള രതീഷൊക്കെ അടക്കമുള്ള സൗണ്ട് എഞ്ചിനീയർമാർ. ആദ്യമായി മുഖത്ത് ചായം പുരട്ടിയ പട്ടണം ഷാനവാസ് മുതൽ ലൗലി വരെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേർ. സതീഷ് നമ്പൂതിരിയെ തുടർന്ന് അതിന്റെ സാരഥ്യം ഏറ്റെടുത്ത് അശ്വമേധത്തിന് ജീവനും രൂപവും നൽകിയ, ഇന്ന് വിസ സംബന്ധമായ ബുദ്ധിമുട്ട് കാരണം പറന്നെത്താൻ കഴിയാതെ പോയ എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് പാലിയ, ശ്രീ പി രാജീവ്, മലയാളത്തിന്റെ പ്രഗത്ഭ നടനായിരുന്ന, അന്ന് രാത്രി 2 മണിവരെ അതിന്റെ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായി ചിത്രാഞ്ജലിയിൽ ഇങ്ങനെ ഉറക്കമുളച്ച് ജോലിയുമായിരുന്ന നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ നടൻ ശ്രീകാന്ത് മുരളി, അതിന്റെ എഡിറ്ററായിരുന്ന മഹാനായ മലയാള പ്രതിഭയായി മാറിയ ഡോൺ മാക്സ്, അശ്വമേധത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു ഡോൺ മാക്സ്, സൂരജ്, ഗണപതി. ഇതിനാദ്യം ടൈറ്റിൽ, നിങ്ങൾ ഈ കാണുന്ന അശ്വമേധം എന്ന ടൈറ്റിൽ സൃഷ്ടിച്ച പഴയ പേഴ്സി ജോസഫ്. അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ളതാണെന്ന്, വിരലുകൾ ചൂണ്ടാനുള്ളതാണെന്ന്, ഹൃദയം ശക്തമായി പ്രതികരിക്കാനുള്ളതാണെന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ പല കോട്ടകൊത്തളങ്ങളെയും എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വവും അശ്വമേധത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.